ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 54-55 വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. സ്തെഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തെഫാനോസിനെ ദൈവം തിരഞ്ഞെടുത്തത് മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. മേശമേൽ ശുശ്രൂഷിക്കുവാൻ ആത്മാവും ജ്ഞാനവും ഉള്ള വ്യക്തികളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്നാമനായി സ്തെഫാനോസിന് സ്ഥാനം ലഭിക്കുവാനിടയായി. എന്നാൽ മേശമേലെ ശുശ്രൂഷ കൊണ്ട് തൃപ്തനാകാത്ത സ്തെഫാനോസ് തന്നെ ഏൽപ്പിച്ച വേല നടപടിയായി ചെയ്ത ശേഷം യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെ യഹൂദന്മാരുടെ മധ്യത്തിൽ പ്രകീർത്തിച്ചിരുന്ന സ്തെഫാനോസിന് വിരോധമായി യഹൂദന്മാർ ചട്ടം കെട്ടി കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം ന്യായപ്രമാണത്തെ വ്യക്തമായി അവരുടെ മുമ്പിൽ നിരത്തിവെച്ച് യേശുക്രിസ്തു എന്ന ഏക രക്ഷകനെ ഉയർത്തുവാൻ സ്തെഫാനോസിന് കഴിഞ്ഞു. പ്രതിയോഗികളുടെ വാദപ്രതിവാദങ്ങളുടെ മുന ഒടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തിയ സ്തെഫാനോസിൻ്റെ വാക്കുകൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്ത് ഏൽക്കുന്ന പ്രഹരമായിരുന്നു സ്തെഫാനോസിൻ്റെ ഓരോ വാക്കുകളും. അങ്ങനെ കർത്താവിനെ ഉയർത്തിയ ഭക്തന് നേരെ അവർ കോപം കൊണ്ട് നിറഞ്ഞ് പല്ലുകടിച്ച് സ്തെഫാനോസിൻ്റെ നേരെ ചെല്ലുമ്പോൾ തനിക്ക് വിരോധമായി വരുന്നവരുടെ നേരെ പോകുകയല്ല സ്തെഫാനോസ് ചെയ്തത്. സ്തെഫാനോസിനെ കുറിച്ച് 55-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. പ്രിയ ദൈവജനമേ, നമുക്ക് വിരോധമായി എഴുന്നേൽക്കുകയും നമ്മെ തകർക്കുവാൻ വേണ്ടി പല്ലുകടിച്ചു വരികയും ചെയ്യുന്ന ലോകത്തിൻ്റെ ശക്തികളുടെ മുമ്പാകെ നമ്മുടെ നിലപാട് എന്താണ്? നാം പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി മനുഷ്യരോട് എതിർക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന അനുഭവങ്ങൾ. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലം അങ്ങനെയല്ലായിരുന്നു. എതിർത്തു വരുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുന്നവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ഇതൊരു അന്ത്യകാലമാണ്. ഏത് നിലകളിലെങ്കിലും നമ്മെ തകർത്ത് കളയുവാൻ പിശാചൊരുക്കുന്ന പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. പിശാചിൻ്റെ ലക്ഷ്യം നാം കോപം മുഴുത്തവരായി ശത്രുക്കളോട് അല്ലെങ്കിൽ പിശാച് ഉപയോഗിക്കുന്നവൻ്റെ ഏജൻറ്റുകളോട് യുദ്ധം ചെയ്യുവാനാണ് പിശാച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം മൗനമായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനാണ്. ആയതിനാൽ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവജനത്തോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നാം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഉണരണം. പ്രതിസന്ധികൾ സ്വതവേ നീക്കുവാൻ കഴിവുള്ളൊരു കർത്താവ് നമുക്കുണ്ട്. ഒരുപക്ഷെ ഇവിടെ കല്ലേറുകൊണ്ട് മരിക്കേണ്ടി വന്നാലും നിത്യതയുടെ തുറമുഖത്ത് നാം കണ്ണു തുറന്ന് കർത്താവിനോടുകൂടെ നിത്യകാലം വസിപ്പാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ക്ഷമയോടും സഹിഷ്ണുതയോടും കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, കൃപ നിറഞ്ഞ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങൾ തന്നെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഇടം കൊടുത്തുകൊണ്ട് മൗനമായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപയരുളും. സകല ജനത്തെയും യേശുവിൻ്റെ നാമം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ കേൾക്കണമേ. ആമേൻ.